വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു ചോക്ലേറ്റ് കസ്റ്റമൈസ് ചെയ്തെടുത്താലോ? അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ടൂൺമി എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. കാർട്ടൂൺ ഇമേജ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ മതിയാവും. ഈ ഒരു ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റൈൽസ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റൈൽ ഇവിടെ ചൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്റ്റൈൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. നമ്മളപ്പോൾ ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ആ താഴെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആഡ് കാണാൻ പറ്റും. മാക്സിമം 30 സെക്കൻഡ്സ് വരുന്നൊരു ആഡാണ്. ആ ഒരു ആഡ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് കൺവേർട്ട് ആയിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഫേസിലാണ് നമ്മുടെ ഈ ഒരു ഇമേജ് കിട്ടുന്നത്. ഇനി നമുക്ക് അതിലുള്ള ആ ഒരു വാട്ടർ മാർക്ക് റിമൂവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ബ്രൗസറോ അല്ലെങ്കിൽ ഗൂഗിളോ എടുത്തിട്ട് വാട്ടർ മാർക്ക് റിമൂവർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ പോകുമ്പോൾ തന്നെ ഇഷ്ടം പോലെ നമുക്ക് സൈറ്റ്സ് കാണാൻ പറ്റും. അതിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാട്ടർ മാർക്ക് AI എന്ന് പറയുന്ന ആ ഒരു സൈറ്റാണ്. അതിലോട്ട് പോയിട്ട് നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും വാട്ടർമാർക്ക് റിമൂവ് ആയ ആ ഒരു ഇമേജ് കിട്ടും. അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഗാലറിയിലോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ക്യാൻവ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മൾ ക്യാൻവ ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്. അവിടെ പോയി നമുക്ക് ഇനി ഇമേജ് ചെയ്തെടുക്കാനുള്ള ആ ഒരു സൈസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. കസ്റ്റം സൈസ് എടുക്കണം. അതിനുശേഷം യൂണിറ്റ് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. ശേഷം വിഡ്ത്ത് 10 സെൻറ്റിമീറ്ററും ഹൈറ്റ് 10 സെൻറ്റിമീറ്ററും വരുന്ന ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരുന്ന ആ ഒരു ഇമേജ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് താഴെ കാണുന്ന ആ ഒരു ക്യാമറയുടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഇമേജ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ എന്താണോ എഴുതേണ്ടത് അത് നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ ലിബ എന്നാണ് എഴുതുന്നത്. അതിനായിട്ട് ഇവിടെ ടെക്സ്റ്റ് എടുക്കാം. അതിനുശേഷം ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ലിബ എന്ന്. ഇവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം ചെയ്യുന്നത് കളർ മാറ്റി കൊടുക്കുകയാണ്. താഴെ തന്നെ കളർ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ ബ്ലാക്ക് ആണ് ആക്കി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കറക്റ്റായിട്ട് ഈ ഒരു ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഫോണ്ടാണ് മാറ്റി കൊടുക്കുന്നത്. അതിനായിട്ട് താഴെ ഫോണ്ട് എന്ന ഓപ്ഷൻ എടുത്ത് ബർത്ത്ഡേ എന്ന് പറയുന്ന ആ ഒരു ഫോണ്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു ഫോണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വേറെ കുറേ ഫോൺസും അവൈലബിൾ ആണ്. വേണ്ട പോലെ ഇമേജ് റെഡിയാക്കി എടുക്കാം. എക്സ്ട്രാ എലമെൻറ്റ്സ് വേണമെങ്കിൽ താഴെ എലമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് ഇഷ്ടമുള്ള ഐറ്റംസ് നമുക്ക് ഇതിലോട്ട് ആഡാക്കി കൊടുക്കാവുന്നതാണ്. ഇമേജ് റെഡി ആയതിനു ശേഷം മുകളിലായിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിലോട്ട് ഈ ഒരു പർട്ടിക്കുലർ ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു A3 പോർട്രേറ്റ് ആണ്. അതിനായിട്ട് ക്യാൻവ ആപ്ലിക്കേഷൻ എടുത്ത് സെർച്ച് ബാറിൽ A3 പോർട്രേറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ ഒരു പോർട്രേറ്റ് കാണാൻ പറ്റും. ആ ഒരു ഫേസ് ഓപ്പൺ ആക്കാം. അതിനുശേഷം നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇമേജ് ഗാലറിയിൽ നിന്ന് ഇതിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 12 ഇമേജാണ് ഈ ഒരു ഫ്രെയിമിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു ഇമേജ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് ഏകദേശം സൈസ് കിട്ടും. അതിനുശേഷം മോർ എന്ന ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് മൾട്ടിപ്പിൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം 3 ഇമേജും സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 3 ഇമേജ് ഒരുമിച്ച് കിട്ടും. നമ്മുടെ ആവശ്യത്തിന് അത് എത്ര വേണം നമുക്കത് കോപ്പി ചെയ്തെടുക്കാം. ഞാനിവിടെ ടോട്ടൽ 12 ഇമേജാണ് ക്രിയേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ലൈൻസ് കൊടുക്കാം. അതിനായിട്ട് എലമെൻറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ മുകളിലായിട്ട് ലൈൻസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ലൈൻസ് കാണാൻ പറ്റും. ആ ലൈൻസ് എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇഷ്ടമുള്ള ലൈൻസ് ഉണ്ട്. ഇഷ്ടമുള്ള ലൈൻസ് നമുക്കത് സെലക്ട് ചെയ്യാം. ഞാൻ സാധാ ലൈനാണ് സെലക്ട് ചെയ്തത്. അത് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടും. നമുക്ക് എന്നിട്ട് ഇതേപോലെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഡൗൺലോഡ് ചെയ്യണം. അതിന് നേരത്തെ കണ്ടതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യണം. അതിൽ PNG ഫോർമാറ്റ് മാറ്റി നമുക്ക് PDF സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട് മാറ്റണം. കാരണം അങ്ങനെ ചെയ്താൽ ഇമേജിന് പ്രോപ്പറായിട്ടുള്ള ക്ലാരിറ്റി ലഭിക്കും. ചില പ്രിൻറ്റിംഗ് ഷോപ്പിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം ചെയ്ത ആ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഇമേജ് കൊടുക്കുമ്പോൾ അവർ തന്നെ ഇതെല്ലാം A3 സൈസ് പേപ്പറിൽ അലൈൻ ചെയ്ത് നമുക്ക് ചെയ്തു തരും. ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ സ്റ്റിക്കർ പേപ്പറിലാണ് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടത്. ഈ സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ചോക്ലേറ്റ്സ് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷനിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നടുക്കായിട്ട് കുറച്ച് പേപ്പർ വേണം. അതിനായിട്ട് ഞാൻ ഇത് ഫുൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്കിനി ചോക്ലേറ്റ് റാപ്പ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ആ ഒരു ഇമേജ് എടുക്കുക. അതിൻ്റെ ബാക്കിലുള്ള ആ പേപ്പർ റിമൂവ് ചെയ്യണം. ഫുള്ളായിട്ട് റിമൂവ് ചെയ്യരുത്. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ 3 സൈഡ് മാത്രം കട്ട് ചെയ്യണം.
ഈ ഒരു 3 സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പേപ്പർ ഇങ്ങനെ നമുക്ക് കിട്ടും. നമുക്കിനി ചോക്ലേറ്റ് വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കിറ്റ്കാറ്റാണ് എടുത്തിരിക്കുന്നത്. കിറ്റ്കാറ്റിൻ്റെ കവർ പൊളിച്ചിട്ട് ആ ഒരു ഫോയിൽ പേപ്പർ വരുന്ന ആ ഒരു പാർട്ടാണ് വെക്കുന്നത്. അത് കറക്റ്റ് സെൻറ്ററിലോട്ട് വെച്ച് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. 2 എൻഡിലും ജസ്റ്റ് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടും. നമുക്കിനി ആ ഒരു എൻഡിൽ ഒരു 6 ആഗ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ 6 ആഗ് കത്രിക യൂസ് ചെയ്താണ് കട്ട് ചെയ്യുന്നത്. പല ഷേപ്പിലുള്ള കത്രിക അവൈലബിൾ ആണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ കത്രികയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇത്രയും ചോക്ലേറ്റാണ് ഞാനിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലത്തുള്ള ചോക്ലേറ്റ് ഞാൻ എൻ്റെ പേജിൽ സെയിൽ ചെയ്യും. ഏത് ഇവൻറ്റിന് വേണ്ടിയിട്ടായിട്ടും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും.